ലേറ്റ് എഡിഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ SIT നടത്തിയ പരിശോധന പൂർത്തിയായിരിക്കുന്നു. പരിശോധന 8 മണിക്കൂറാണ് നീണ്ടത്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചെങ്ങന്നൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, പരിശോധന പൂർത്തിയായിരിക്കുന്നു. പോറ്റിയും തന്ത്രിയും തമ്മിൽ ബന്ധമുണ്ടോ, എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹ ബന്ധമുണ്ടോ എന്നതടക്കം അന്വേഷണ സംഘത്തിന്റെ പരിധിയിലാണ്. അതിനുള്ള തെളിവ് ശേഖരണത്തിലേക്കടക്കം അന്വേഷണ സംഘം ഇതിനോടകം കടന്നിട്ടുണ്ട്. എന്തെങ്കിലും വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ടോ? എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? അശ്വിൻ പാലാഴി. നിർണായകമായ തെളിവെടുപ്പും അറസ്റ്റുമാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്ത്രിയുടെ അറസ്റ്റ് ഉണ്ടാകുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ ഉച്ചയോടുകൂടി അന്വേഷണ സംഘം തന്ത്രിയുടെ ചെങ്ങന്നൂരിലെ വീട്ടിലെത്തി പരിശോധന നടത്തുന്നു. ഈ പരിശോധനയിൽ 3 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒന്നാം ഈ തന്ത്രിയും പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ ചുരുളഴിക്കുക. രണ്ടാമത്തെ കാര്യം ഇവർ തമ്മിലുള്ള ബന്ധം കൂടുതൽ വ്യക്തമാക്കുക. മൂന്നാമത് ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് വീട്ടിൽ നിന്ന് ഇന്ന് അല്പം സ്വർണം കണ്ടെടുത്തിട്ടുണ്ട്. ഈ സ്വർണത്തിന്റെ സ്രോതസ് കണ്ടെത്തുക. അതിന് നിർണായകമായ ഒരു ഇടപെടൽ കൂടി ഇന്ന് അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി നടന്നിരുന്നു. ഇതിൽ ഒന്നാമത്തെ കാര്യം ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടാണ്. ശബരിമല ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കാലത്തും ജോലി ചെയ്യുന്ന കാലത്തുമൊക്കെ ഈ പോറ്റിയെ ശബരിമലയിൽ ഒരു നിർണായക ഘടകമാക്കി മാറ്റാൻ ഇടപെടൽ നടത്തിയത് തന്ത്രിയാണ് എന്നുള്ളതായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന കണ്ടെത്തൽ. ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലുമൊക്കെ കൂട്ടിച്ചേർത്ത് ഇന്ന് ചില ചോദ്യങ്ങൾ ഈ കുടുംബാംഗങ്ങളുമായി ചേർത്ത് നടത്തിയിരുന്നു. അതിൽ കൂടുതൽ വ്യക്തത വരുത്തുക, അതവർ തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കുടുംബാംഗങ്ങളിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ കേസിന്റെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ടത് വളരെ നിർണായകമാകും. രണ്ടാമത്തെ കാര്യം ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുക എന്നുള്ളതായിരുന്നു. തന്ത്രിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പൂർണ്ണമായും ഇന്ന് പരിശോധിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ലഭ്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ബാങ്കുകളുമായി ബന്ധപ്പെട്ടുള്ള ഈ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിച്ച അന്വേഷണ സംഘം അത് കേസിന്റെ ഭാഗമാക്കി മാറ്റിയത്. മൂന്നാമത്തത് ഏറ്റവും സുപ്രധാനമായ കാര്യമാണ്. ഇന്ന് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സ്വർണം കണ്ടെത്തിയിട്ടുണ്ട്. ഈ സ്വർണം പുതിയതാണോ, അതിനപ്പുറത്തേക്ക് ഇതിന്റെ മൂല്യം, ഇതിന്റെ കാലപ്പഴക്കം, ഇതിന്റെ അളവ് തൂക്കം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കണ്ടെത്തി. ഇത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സ്വർണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണോ, അതിൽ നിന്ന് ഒരു തരി സ്വർണമെങ്കിലും ഈ തന്ത്രിയുടെ വീട്ടിലുണ്ടോ എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശോധനയാണ് ഇന്ന് നടത്തിയത്. അതിന് ഈ അന്വേഷണ സംഘം മാത്രമല്ല ഉണ്ടായിരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് അന്വേഷണ സംഘത്തിനൊപ്പം എത്തിയിരുന്ന ഒരു സ്വർണ്ണപ്പണിക്കാരനുണ്ടായിരുന്നു. അതിന് പുറമെ പ്രാദേശികമായി ലോക്കൽ പോലീസിന്റെ സഹായത്തോടുകൂടി ചെങ്ങന്നൂരിൽ നിന്ന് കണ്ടെത്തിയ ഒരു സ്വർണ്ണപ്പണിക്കാരനെ കൂടി പരിശോധന പൂർത്തിയായി 1 മണിക്കൂറിൽ തന്ത്രിയുടെ വീട്ടിലേക്ക് എത്തിച്ചിരുന്നു. ഇവർ രണ്ടുപേരും ചേർന്നാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയ സ്വർണ്ണാഭരണങ്ങൾ പരിശോധിച്ചത്. അതിന്റെ ഫലം എന്താണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ആ സ്വർണം SIT പിടിച്ചെടുത്തോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അല്പസമയം മുമ്പാണ് പരിശോധന പൂർത്തിയാക്കി പ്രത്യേക അന്വേഷണ സംഘം ചെങ്ങന്നൂരിലെ വീട്ടിൽ നിന്ന് തിരികെ തിരുവനന്തപുരത്തേക്ക് മടങ്ങിയത്. എന്തായാലും ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തേക്ക് വരും. എന്തായാലും അതീവ നിർണായകമായ പരിശോധന തന്നെയാണ് ഇന്ന് തന്ത്രിയുടെ വീട്ടിൽ പൂർത്തിയായത്. ശരി, അശ്വിൻ പാലാഴി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. 8 മണിക്കൂറോളം നീണ്ട പരിശോധന ഇപ്പോൾ തന്ത്രിയുടെ വീട്ടിൽ, ചെങ്ങന്നൂരിലെ വീട്ടിൽ പൂർത്തിയായിരിക്കുകയാണ്. അതിനുശേഷം അന്വേഷണ സംഘം മടങ്ങിയിരിക്കുകയാണ്. ചില കാര്യങ്ങൾ അന്വേഷണ സംഘം വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അശ്വിൻ പാലാഴി തുടരുന്നുണ്ട്. അശ്വിൻ, ഇതിൽ പോറ്റിയും തന്ത്രിയും തമ്മിൽ ബന്ധമുണ്ട് എന്ന കാര്യം നേരത്തെ തന്നെ വ്യക്തമായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ബന്ധമോ സാമ്പത്തിക ഇടപാടുകളോ ഉണ്ടോ എന്നുള്ളത് പ്രധാനമാണ്. ബാങ്ക് വിവരങ്ങളടക്കം ശേഖരിച്ചവയിൽ ഉൾപ്പെടുന്നുണ്ടോ? എന്തെങ്കിലും സൂചനകളുണ്ടോ അശ്വിൻ പാലാഴി? അശ്വിൻ പാലാഴിയിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ SIT നടത്തിയ പരിശോധന പൂർത്തിയായിരിക്കുന്നു. ഏതാണ്ട് 8 മണിക്കൂർ നീണ്ട പരിശോധനയാണ്. അശ്വിൻ പാലാഴി തുടരുന്നുണ്ട്. അശ്വിൻ, ഇതിൽ ബാങ്ക് രേഖകളടക്കം അന്വേഷണ സംഘം കൊണ്ടുപോയിട്ടുണ്ടോ? എന്താണ് സൂചനകളായി വരുന്നത് അശ്വിൻ പാലാഴി? മനസ്സിലാക്കുന്ന അനുസരിച്ച് നിലവിൽ ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ പോലീസ് അന്വേഷണ സംഘം അവരുടെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിൽ വിശദമായ പരിശോധന തുടരേണ്ടതുണ്ട്. ആ പരിശോധന തുടരുന്നത് ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ ഒരു വ്യക്തത വരുത്തുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് അന്വേഷണ സംഘത്തിനുള്ളത്. നിലവിൽ അങ്ങനെ ഒരു ആരോപണം ഒരു റിമാൻഡ് റിപ്പോർട്ടിലടക്കം അത്തരത്തിലൊരു പരാമർശം അന്വേഷണ സംഘം നൽകിയിട്ടുണ്ട്. അതായത് ഈ സാമ്പത്തിക ഇടപാടുകൾ ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആ ബന്ധം കൂടുതൽ വ്യക്തമാക്കുക എന്നുള്ളതാണ് ഈ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിക്കുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അത് തന്ത്രിയുടെ ബാങ്ക് അക്കൗണ്ടിന് പുറമെ തന്ത്രിയുടെ കുടുംബാംഗങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൂടി പോലീസ് ഇന്ന് പരിശോധിച്ചിരുന്നു. അങ്ങനെയാണ് 8 മണിക്കൂറോളം ഈ പരിശോധന നീണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനും അപ്പുറത്തേക്ക് നിലവിൽ
ഈ വീട്ടിൽ പരിശോധനയ്ക്കിടെ കണ്ടെത്തിയ സ്വർണ്ണാഭരണങ്ങളുണ്ട്. അതിനു പുറമെ ശബരിമലയിൽ നിന്ന് എത്തിച്ച വാഹനമടക്കം ഇദ്ദേഹത്തിന്റെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ നേരത്തെ വ്യക്തമാക്കിയതാണ്. അതിനടക്കം രണ്ടാമത് സ്വർണം പൊതിഞ്ഞിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് പരിശോധിച്ചത്. ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന്റെ നേരിട്ടുള്ള പരിശോധനയിൽ വ്യക്തമാകാൻ പാടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗമായ ഒരു സ്വർണ്ണ പണിക്കാരനെ എത്തിച്ചിരുന്നു. അതിനു പുറമെ ചെങ്ങന്നൂരിൽ നിന്ന് ഒരു പ്രാദേശിക സ്വർണ്ണ പണിക്കാരനെ കൂടി ഇവിടേക്ക് എത്തിക്കുകയും ചെയ്തു. ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ സ്വർണ്ണാഭരണങ്ങളിലെ നിർണായകമായ പരിശോധന നടത്തിയത്. ആ നിർണായകമായ പരിശോധനയിലാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട ഒരു തരി സ്വർണ്ണമെങ്കിലും ഈ തന്ത്രിയുടെ വീട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. ആ പരിശോധന അവർ ഇന്ന് നടത്തിയിട്ടുണ്ട്. ഈ സ്വർണത്തിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത സ്വർണ്ണാഭരണങ്ങളുടെ പഴക്കം, അതിന്റെ അളവ്, തൂക്കം, മൂല്യം എന്നിവയാണ് പ്രധാനമായും ഈ സ്വർണ്ണപ്പണിക്കാരെ കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചത്. അതിന്റെ പരിശോധന ഏത് രീതിയിൽ പൂർത്തിയായി എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരണമെങ്കിൽ അന്വേഷണ സംഘം എന്തെങ്കിലും വ്യക്തമായി മുന്നോട്ട് തുറന്നു പറയേണ്ടതുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറിൽ ഒരുപക്ഷെ നാളെയൊക്കെ കൂടുതൽ വ്യക്തമായി മുന്നോട്ട് വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. നാളെയും ഇനിയിപ്പോഴുള്ള നടപടികളിൽ പ്രധാനം തന്ത്രിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ പുറത്തു വന്ന ഒരു പ്രകാരമാണെങ്കിൽ തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ ആലോചന. പക്ഷേ ഇപ്പോൾ തന്ത്രി ICUവിലാണ്. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ICUവിലേക്ക് മാറ്റി എന്ന വിവരം പുറത്തു വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ച തന്നെ കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും ആശു? എന്തായാലും തിങ്കളാഴ്ച തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുക എന്നുള്ളതാണ് നിലവിൽ അന്വേഷണ സംഘം ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ ഒരുപക്ഷെ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെയോടുകൂടി പഴയ രീതിയിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ തീവ്ര പരിഗണന വിഭാഗത്തിലായിരുന്നു അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരുന്നത്. ദേഹാസ്വസ്ഥമടക്കമുള്ള പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പ്രായത്തിന്റേതായ മറ്റ് അസുഖങ്ങളും ഉണ്ട് എന്നുള്ളത് ഡോക്ടറേഴ്സ് ഈ പോലീസിനോടക്കം പറഞ്ഞിരുന്നു. പക്ഷെ അത് ഗുരുതരമായ പ്രശ്നമല്ല. അത് ചില ചികിത്സകളിലൂടെ അത് പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് അവർക്ക് കിട്ടിയ ഉപദേശം. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡി അപേക്ഷ വൈകിക്കേണ്ടതില്ല എന്നുള്ളതാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം എടുത്തിരിക്കുന്ന നിലപാട്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച അദ്ദേഹത്തെ കസ്റ്റഡിയിൽ കിട്ടാനുള്ള നടപടികളുമായി തന്നെ അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ കസ്റ്റഡിയിൽ കിട്ടിയാൽ ഒരുപക്ഷെ അദ്ദേഹത്തെ നേരിട്ട് വീട്ടിലെത്തിച്ചുള്ള ഒരു പരിശോധനയ്ക്കുള്ള സാധ്യതകൾ കൂടി നമുക്ക് തള്ളിക്കളയാനാവില്ല. കാരണം നിലവിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പരിശോധന ഇന്നലെ രഹസ്യ കേന്ദ്രത്തിൽ തന്ത്രിയെ എത്തിച്ച് നടത്തിയ തെളിവെടുപ്പ് ചോദ്യം ചെയ്യലിൽ പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിലാണ് ഈ സാമ്പത്തിക ഇടപാടുകൾ, പോറ്റിയുമായുള്ള വ്യക്തിപരമായ ബന്ധം, വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണങ്ങൾ എന്നിവ ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. പക്ഷെ അതിൽ ചില ദുരൂഹതകൾ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നേരിട്ടെത്തി വീട്ടിൽ ഒരു പരിശോധന നടത്താനുള്ള തീരുമാനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയത്. ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിലടക്കം വിദഗ്ധ നിയമോപദേശം ലഭിച്ച ശേഷമാണ് നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നത്. അതേ നിയമോപദേശം പാലാഴിയാണ് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിലെ ചെങ്ങന്നൂരിലെ വീട്ടിലെ SITയുടെ പരിശോധന 8 മണിക്കൂർ നീണ്ട പരിശോധന ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. എന്തൊക്കെ വിവരങ്ങളാണ് അവിടെ നിന്ന് അന്വേഷണ സംഘം ശേഖരിച്ചത് എന്നത് സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ വ്യക്തതയില്ല. അതീവ രഹസ്യ സ്വഭാവത്തിലാണ് ഇതിന്റെ അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കാനും അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. അതിന്റെ വിശദാംശങ്ങൾ പിന്നീട് പുറത്തുവരും എന്നാണ് കരുതുന്നത്. എന്തായാലും പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. അതിന്റെ ഭാഗമായുള്ള നിർണായക പരിശോധനയാണ് ഇന്ന് തന്ത്രിയുടെ വീട്ടിൽ നടന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ അറസ്റ്റിന് പിന്നാലെ സർക്കാരിനെ വിമർശിച്ച കോൺഗ്രസും BJPയും തന്ത്രിയെ മറയാക്കി മന്ത്രിയെ രക്ഷിക്കാനാണ് നീക്കമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. തന്ത്രിയുടെ അറസ്റ്റിൽ സംശയമുണ്ടെന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. കുറ്റവാളികൾ ആരായാലും നിയമത്തിന് മുന്നിൽ വരണമെന്നാണ് CPIM നിലപാട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ അറസ്റ്റ് മുൻ ദേവസ്വം മന്ത്രിയെ രക്ഷപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് കോൺഗ്രസ് ആരോപണം. അന്വേഷണം എല്ലാവരിലേക്കും എത്തണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ജയിലിൽ കിടക്കുന്ന CPIMന്റെ 3 നേതാക്കളും തന്ത്രിയും മാത്രമാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് K മുരളീധരൻ. മന്ത്രിമാർ അടക്കമുള്ള എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് രമേശ് ചെന്നിത്തല. ഈ കൊള്ളയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ ആരാണെങ്കിലും നിയമാനുസൃതമായ നടപടികൾ വിധേയരാകേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അയ്യപ്പൻ്റെ സ്വത്ത് കൊള്ളയടിച്ച ആ കേസിൽ ഉൾപ്പെടേണ്ടവരെല്ലാവരിലേക്കും അന്വേഷണം എത്തണമെന്നാണ് ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നത്. ഇനിയും അന്വേഷണം പലരിലും എത്തേണ്ടതായിട്ടുണ്ട്, സ്വകാര്യമായിട്ട് ചോദ്യം ചെയ്തോളൂ ഉൾപ്പെടെ. ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന 3-4 പേരും തന്ത്രിയും ചേർന്നാൽ എല്ലാമായി എന്നാണ് ഗവൺമെൻറ് കരുതുന്നതെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ല. എല്ലാം തന്ത്രിയിൽ അവസാനിപ്പിക്കാം എന്ന് സർക്കാർ കരുതണ്ട. അറസ്റ്റിന് പിന്നാലെ BJP നേതാക്കൾ തന്ത്രിയുടെ ചെങ്ങന്നൂരിലെ വീട്ടിലെത്തി.
തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ചോദ്യം. തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നു, മന്ത്രിനെ ചോദ്യം ചെയ്യുന്നു. തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നു, മന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഇത് അല്ല, ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാളോട് ചോദിക്കണം, ആരുടെ ഉത്തരവാദിത്തമാണത്? ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമല്ലേ? അതേസമയം അന്വേഷണം ശരിയായ ദിശയിലാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPIM. ആരാണോ കുറ്റവാളി അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. SIT കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ. അവരന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരൊക്കെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് അവരെല്ലാം അറസ്റ്റ് ചെയ്യാലോ. ഇപ്പൊ തന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്തു. തന്ത്രിയെ പിടിക്കാൻ പാടില്ലെന്നാ. ന്യൂസ് ഡെസ്ക് 24. വാർത്തകളിലേക്ക് വീണ്ടും. കൊല്ലം തെന്മല ഒറ്റക്കലിൽ വൻ തീപിടുത്തം. ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. അരുൺരാജ് വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. അരുൺരാജ്, ദൃശ്യങ്ങളിൽ കാണാം, അത് വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമം എങ്ങനെ, അരുൺരാജ്? റീജിത്ത്, ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. കൊല്ലം തിരുമംഗലം ദേശീയപാത ഓരത്ത് സ്ഥിതി ചെയ്യുന്ന ലാർക്കിന് സമീപമാണ് തീപിടുത്തം ഉണ്ടായത്. തെന്മല ഒറ്റക്കലിലാണ് ഈ ലാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെയാണ് ഇത്തരത്തിൽ തീ ഉയരുന്നതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ നാട്ടുകാർ തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് ഇത് വളരെ വേഗത്തിൽ വ്യാപിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് മലയോര മേഖലയാണ്. സംരക്ഷിത കാടടക്കം മറ്റൊരു ഭാഗത്തുണ്ട്. ആ സംരക്ഷിത വനപ്രദേശത്തേക്കടക്കം വലിയ തോതിൽ തീ വ്യാപിക്കാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് അവിടേക്ക് എത്തിയാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത്. കൊട്ടാരക്കര, പത്തനാപുരം, അതുപോലെ തന്നെ കടക്കലടക്കമുള്ള ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീ ഇപ്പോൾ ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഫയർഫോഴ്സിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ വാച്ചർമാരെ ഉപയോഗിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള സാഹചര്യം കൂടി ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. നാട്ടുകാരുടെ കൂടി സഹായത്തോടെയാണ് തീ ഇപ്പോൾ അവിടെ നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത്. ഫയർഫോഴ്സിന്റെ ശ്രമകരമായ ദൗത്യമാണ് കഴിഞ്ഞ മിനിറ്റുകളിലെല്ലാം അവിടെ നടന്നത്. ശരി, കൊല്ലം തെന്മല ഒറ്റക്കലിലാണ് തീപിടുത്തമുണ്ടായത്. തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അരുൺരാജ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പ്രസിഡന്റ്സ് ട്രോഫിയിൽ മുത്തമിട്ട് നിരണം ചുണ്ടൻ. ജലരാജാക്കന്മാരുടെ ആവേശ പോരാട്ടത്തിൽ മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് നിരണം ചുണ്ടൻ പ്രസിഡന്റ്സ് ട്രോഫി സ്വന്തം പേരിൽ എഴുതി ചേർത്തത്. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കിരീടം കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴയെറിഞ്ഞ വീയപുരം ചുണ്ടൻ സ്വന്തമാക്കി. അഷ്ടമുടിയുടെ ഓളങ്ങളിൽ കൂറ്റൻ കരുനാഗന്മാരെ പോലെ ചുണ്ടൻ വള്ളങ്ങൾ കുതിച്ചപ്പോൾ ആവേശം ഇരുകരയും കടന്നു. തുഴയെറിയുന്നവർക്കും കരയിൽ നിൽക്കുന്നവർക്കും ഒരുപോലെ ആവേശം നിറച്ച ജലരാജാക്കന്മാരുടെ പോരാട്ടം. ദേശിംഗനാടിന്റെ ആർപ്പോവിളിയിൽ ആരവത്തിൽ നിരണം ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ നിരണം ചുണ്ടൻ 11ാമത് പ്രസിഡന്റ്സ് ട്രോഫി കരസ്ഥമാക്കി. വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ 3 മിനിറ്റ് 36 സെക്കൻഡ് 54 മൈക്രോ സെക്കൻഡ് സമയത്തിലായിരുന്നു നിരണത്തിന്റെ ഫിനിഷിംഗ്. നെഹ്റു ട്രോഫി ജേതാക്കളായ വീയപുരം ചുണ്ടൻ 2ാമതും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ മേപ്പാടൻ ചുണ്ടൻ 3ാമതും ഫിനിഷ് ചെയ്തു. കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വീയപുരം ചുണ്ടൻ 5ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കിരീടം സ്വന്തമാക്കി. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ മേപ്പാടൻ ചുണ്ടൻ 2ാമതും നിരണം ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ നിരണം ചുണ്ടൻ 3ാം സ്ഥാനവും സ്വന്തമാക്കി. നല്ല പരിപാടിയായിരുന്നു. ജനതർക്കാരനെ കാണാൻ വലിയ പാട് തന്നെ. ആവേശകരമായിരുന്നു. ഞങ്ങൾ പോയി കണ്ടിട്ടുള്ളതാ എല്ലാ വർഷവും. മന്ത്രി ജെ ചിഞ്ചുറാണി പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി ഉദ്ഘാടനം ചെയ്തു. കൊല്ലം മേയർ AK ഹഫീസ് ജേതാക്കൾക്ക് സമ്മാനദാനം നിർവഹിച്ചു. ചുരുങ്ങിയ സമയം കൊണ്ടാണ് കൊല്ലത്ത് ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടവും പൊതുപ്രവർത്തകരും ചേർന്ന് വള്ളംകളി ജനകീയമാക്കിയത്. ഇനി 1 വർഷത്തെ കാത്തിരിപ്പാണ് ഓളപ്പരപ്പിലെ മധുര പ്രതികാരങ്ങൾക്ക്. അരുൺരാജ്, 24, കൊല്ലം.
വാർത്തകളിലേക്ക് വീണ്ടും. പ്രശസ്ത വൈൽഡ് ലൈഫ് ന്യൂസ് ഫോട്ടോഗ്രാഫർ NP ജെയിൻ അന്തരിച്ചു. 57 വയസ്സായിരുന്നു. മാധ്യമം, ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പത്രങ്ങളിൽ ദീർഘകാലം ഫോട്ടോഗ്രാഫറായിരുന്നു. പരിസ്ഥിതി പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. വയനാട്ടിൽ നൂൽപ്പുഴയ്ക്കടുത്ത് ഞണ്ടൻകുലിയിൽ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ പട്ടിണി മരണത്തിൽ NP ജെയിൻ എടുത്ത ചിത്രങ്ങൾ ഏറെ ശ്രദ്ധേയമായിരുന്നു. സൈലന്റ് വാലിയിൽ 1 വർഷത്തോളം താമസിച്ച അപൂർവമായ ചിത്രങ്ങൾ പകർത്തി. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ നിന്ന് രാജിവെച്ച് ബംഗളൂരുവിൽ ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്യുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് ചൂടേറുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്ന് CPIM നേതാവ് EP ജയരാജൻ. സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിച്ചാൽ വിജയസാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിൽ കഴമ്പില്ലെന്ന് EP തുറന്നടിച്ചു. അടുത്ത പുസ്തകം എഴുതി തുടങ്ങിയെന്നും 24 ആൻസർ പ്ലീസിൽ EP ജയരാജൻ പറഞ്ഞു. EP വീണ്ടും ആത്മകഥ എഴുതുകയാണ്. 24ന്റെ ആൻസർ പ്ലീസിലാണ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ വെളിപ്പെടുത്തൽ. രണ്ടാമത്തെ ആത്മകഥ എഴുതി തുടങ്ങിക്കഴിഞ്ഞു. അറിയപ്പെടാത്ത പലതും അതിലുണ്ടാകും. ഒന്നാമത്തെ ആത്മകഥ പോലെ ആകില്ലെന്നും EP ജയരാജൻ തുറന്നു പറഞ്ഞു. അടുത്ത പുസ്തകം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് അധികം താമസിയാതെ പ്രസിദ്ധീകരിക്കും. അത് ഈ പുസ്തകം പോലെ ആയിരിക്കില്ല. അതിൽ പറയാത്ത പലതും ഉണ്ടാവും. നിങ്ങൾക്കറിയപ്പെടാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. അതൊരു ഏത് രീതിയിലായിരിക്കും? അതിൻ്റെ ഒരു സൂചനകൾ നല്ല രീതിയിൽ തന്നെയായിരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് പറയുന്ന EP സിറ്റിംഗ് MLA-മാർ വിജയസാധ്യത കണക്കിലെടുത്ത് വീണ്ടും മത്സരിക്കണമെന്ന ചർച്ചയെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. സിറ്റിംഗ് MLA-മാരെ തോൽപ്പിച്ച ചരിത്രം കേരളത്തിലില്ലേ? പരിചയസമ്പന്നത എന്നത് കഴമ്പില്ലാത്ത ചർച്ചയാണെന്നും EP ജയരാജൻ പറഞ്ഞു. ഒരാൾ തന്നെ സ്ഥിരം എത്ര കാലം നിങ്ങളുടെ ഇരിക്കുന്നത്, ഇനി ഇങ്ങോട്ട് വരണം, തോൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിലൊന്നും വലിയ കഴമ്പുള്ളതല്ല. അത് കാരണം ഇതൊക്കെ വെറും വ്യാഖ്യാനങ്ങളാണ്. MV ഗോവിന്ദൻ മാസ്റ്ററുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പാർട്ടിയിൽ സംതൃപ്തനാണോ? അങ്ങനെ ഇതുവരെ പറയാത്ത പലതും EP തുറന്നു പറയുകയാണ് 24ന്റെ ആൻസർ പ്ലീസിൽ. ക്യാമറമാൻ രാജേഷ് വള്ളരിക്കുണ്ടിനൊപ്പം ദീപക് ധർമ്മടം, 24. നോക്കാമിനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരത്ത് വൻ കഞ്ചാവ് വേട്ട. കാറിൽ കടത്താൻ ശ്രമിച്ച 40 കിലോ കഞ്ചാവ് പിടികൂടി. സംഭവത്തിൽ 2 പേർ പിടിയിൽ. കരിമടം കോളനി സ്വദേശി മുഹമ്മദ് അസറുദ്ദീൻ, പൂജപ്പുര സ്വദേശി പ്രത്യുഷ് എന്നിവർ പിടിയിൽ. തൊടുപുഴ ഉടുമ്പന്നൂർ മഞ്ചിക്കല്ലിൽ ഇറങ്ങിയ കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ തുടരുന്നു. ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പ്. പുലർച്ചെ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റിരുന്നു. തിരുവനന്തപുരം നഗരത്തിലെ സമരങ്ങൾക്ക് ഡൽഹി മാതൃകയിൽ പ്രത്യേക കേന്ദ്രം വേണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ലോക്ഭവന്റെ അതിഥി സമരം കാരണം ബുദ്ധിമുട്ടിയത് പരാമർശിച്ചായിരുന്നു ഗവർണറുടെ നിർദ്ദേശം. കോഴിക്കോട് മുണ്ടിക്കൽ താഴത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് ദാരുണാന്ത്യം. ബൈക്ക് യാത്രക്കാരായ കുറ്റിക്കാട്ടൂർ സ്വദേശി സതീഷ് കുമാർ, UP സ്വദേശി ശിവശങ്കർ എന്നിവരാണ് മരിച്ചത്. വാർത്തകളിലേക്ക് വീണ്ടും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലെത്തി. നാളെ നടക്കുന്ന BJP നേതൃയോഗങ്ങളിൽ പങ്കെടുക്കാനാണ് അമിത്ഷാ തിരുവനന്തപുരത്തെത്തിയത്. അമിത്ഷായുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി 11:30 വരെയും നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയുമാണ് ഗതാഗത നിയന്ത്രണം. ഈസ്റ്റ് വെസ്റ്റ് വിജയൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമായ ഭീഷ്മർ ചിത്രീകരണം പൂർത്തിയായി. അണിയറ പ്രവർത്തകർ ഒന്നിച്ചതിന്റെ സന്തോഷം പങ്കുവെക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ്. ചിത്രത്തിലെ നായകന്മാരായ ധ്യാൻ ശ്രീനിവാസൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്നിവർ ഉൾപ്പെടെയുള്ള താരങ്ങളും സംഗീത സംവിധായകൻ രഞ്ജിൻ രാജും ഒരുമിച്ചുള്ള രസകരമായ നിമിഷങ്ങളാണ് വീഡിയോയുടെ പ്രധാന ആകർഷണം. കൺമണിയുടെ കണ്ണനായി വാ, കളമൊഴിയുടെ തോഴനായി വാ, ചുണ്ടിണയുടെ ചൂടാൻ വാ, മഴ പെയ്ത പ്രണയ വഴിയേ, നാട്ടുകുറുമ്പോ നാവിൽ നീട്ടി കാട്ടുപാതയിൽ കൂത്താടി കസറിവാ. ഈ ദൃശ്യങ്ങളോടെ ഇന്നത്തെ ലേറ്റ് എഡിഷന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. നമസ്കാരം.